നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത്, നമ്മൾ ആദ്യം വിലയിരുത്തേണ്ടത് എൻ്റെ കയ്യിൽ എത്ര പണമുണ്ട് എന്നല്ല. നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത്, നമ്മൾ ആദ്യം വിലയിരുത്തേണ്ടത്, എനിക്കൊരു പ്രശ്നം വന്നാൽ, എനിക്കൊരു വിഷയം വന്നാൽ ആരൊക്കെ എൻ്റെ കൂടെ നിൽക്കാനുണ്ട് എന്നുള്ളതല്ല. ഒരു കാര്യം മാത്രം കൺഫേം ചെയ്താൽ മതി, ഞാൻ ഇപ്പോഴും എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യത്തിനകത്തുണ്ടോ, ഞാൻ ഇപ്പോഴും ആ പ്രസൻസിനകത്തുണ്ടോ, ഞാൻ ഇപ്പോഴും എൻ്റെ ദൈവത്തിന്റെ കൂടെയുണ്ടോ, രണ്ട് ദൈവം എൻ്റെ കൂടെയുണ്ടോ. ഈ ഒരു കാര്യം മാത്രം ഉറപ്പിച്ചാൽ മതി. കുശവന്റെ ചക്രത്തിലിരിക്കുന്ന കളിമണ്ണ് തകർന്നു പോയാലും, അത് ഉടഞ്ഞു പോയാലും, അത് കുശവന്റെ ചക്രത്തിലും കുശവന്റെ പ്രസൻസിലും ഉള്ളിടത്തോളം കാലം അതിനെ മറ്റൊരു പാത്രമാക്കി മാറ്റാൻ കുശവന് കഴിയും. You never leave the presence of God. ആദ്യം അത് ഉറപ്പുവരുത്തണം. ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധം എങ്ങനെയുണ്ട്, ഞാനും എൻ്റെ യേശു അപ്പായുമായിട്ടുള്ള ബന്ധം എങ്ങനെയുണ്ട്. എനിക്ക് എൻ്റെ ദൈവത്തോട് ആഴമേറിയ പ്രാർത്ഥനയിൽ ഒരു ബന്ധമുണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ കഴിയുന്നെങ്കിൽ അത് ഉറപ്പിക്കണമെന്നാണ്. കാരണം ബൈബിളിൽ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിക്കണമെന്ന്. ഇടയ്ക്കൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം. നിങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ടെസ്റ്റ് ചെയ്യാത്ത കാരണം കൊണ്ടാണ് ദൈവം തമ്പുരാൻ തന്നെ ഇടയ്ക്കൊക്കെ ടെസ്റ്റ് തരുന്നത്. ഹല്ലേലൂയ. പലരും അത് എഴുതി തോക്കുകയാണ്, എന്നാൽ അത് എഴുതി തോക്കുകയല്ല. ഞാൻ ഉറപ്പായും പറയുന്നു, ദൈവത്തിന്റെ ഫേവറാണ് ദൈവത്തിന്റെ അനുകൂലത. ദൈവത്തിന്റെ അനുകൂലത ഒരു വ്യക്തിയുടെ കൂടുണ്ടെങ്കിൽ ഈ ഉലകം മുഴുവൻ ആ വ്യക്തിക്ക് പ്രതികൂലമായി തിരിഞ്ഞാലും ദൈവം അനുകൂലമായവനെ ജയിക്കത്തുള്ളൂ. 100% ഞാൻ പറയുന്നു, ഞാൻ അതിൽ ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ്. ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്ന ആളാണ്. ഒരു കാര്യത്തിന് വേണ്ടി ചുവട് വെക്കുമ്പോൾ എന്റെ ഹൃദയത്തിൽ ഇത് മാത്രമാണ്, ഇത് ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ട കാര്യമാണെങ്കിൽ, ദൈവത്തിന്റെ കരം ഇതിനകത്ത് അനുകൂലമാണെങ്കിൽ, ദൈവത്തിന്റെ പ്രസൻസ് ഇതിനകത്തുണ്ടെങ്കിൽ ഇത് ദൈവം സക്സസ്ഫുൾ ആക്കിയിരിക്കും.